അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയുടെ 4-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. ആ ആയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെയാണ് ഇന്ന് വിശദീകരണത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. മുഅ്മിനുകളെ വിശദീകരണങ്ങൾ പറയുമ്പോൾ, വിശേഷണങ്ങൾ പറയുമ്പോൾ നബിയെ അങ്ങേമേൽ ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ചും അതുപോലെ മുൻകഴിഞ്ഞ സമുദായത്തിലെ പ്രവാചകന്മാർ, ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാരുടെ മേലിറക്കപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ചും അവർ വിശ്വസിക്കുന്നതാണ് എന്നായത്തിറങ്ങി. അപ്പോൾ അതിനെ സംബന്ധിച്ച് സ്വഹാബാക്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ് നമുക്കൊരു ഹദീസിൽ കൂടി മനസ്സിലാക്കാനുള്ളത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി ഹും ബിഹി യുഅ്മിനൂന വഇദാ യുത്ല അലൈഹിം ഖാലു ആമന്നാ ബിഹി ഇന്നഹുൽ ഹഖ്ഖു മിൻ റബ്ബിനാ ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ ഉലൈക യുഅ്തൗന ഉജൂറഹും മർറതൈനി ബിമാ സബറൂ വയദ്റഊന ബിൽ ഹസനത്തി സയ്യഅത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നു. അതോടൊപ്പം മുൻകഴിഞ്ഞ സമുദായ പ്രവാചകന്മാരിൽ വിശ്വസിക്കാനും കഴിഞ്ഞ ഒരു വിഭാഗം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുൻപ്, പ്രവാചകനായി വരുന്നതിന് മുൻപ് വന്ന പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവർ മുത്തുനബിയെ കൊണ്ടും വിശ്വസിച്ചു. എന്നാൽ അവരുടെ സ്ഥിതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വബിമാ സബത ഫി സ്വഹീഹൈനി മിൻ ഹദീസി ശഅബി അൻ അബീ ബർദത അൻ അബീ മൂസ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകൾ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു, സലാസത്തുൻ യുഅ്തൗന ഉജൂറഹും മർറത്തൈനി, 3 വിഭാഗം ആൾക്കാർക്ക് 2 പ്രാവശ്യം അവർക്ക് പ്രതിഫലം നൽകപ്പെടും. ഒരു പ്രാവശ്യത്തെ അല്ല പ്രതിഫലം, 2 പ്രാവശ്യം അവർക്ക് നൽകപ്പെടും. അതാരാണ്? റജുലുൻ മിൻ അഹ്ലിൽ കിതാബി, അഹ്ലു കിതാബുകളിൽ നിന്നുള്ള ഒരാൾ. അഹ്ലു കിതാബുകൾ എന്ന് പറഞ്ഞാൽ മുൻപഴിഞ്ഞ സമുദായത്തിൽ വിശ്വസിച്ച ആൾ, മൂസാ നബിയെ കൊണ്ടും ഈസാ നബിയെ കൊണ്ടുമൊക്കെ വിശ്വസിച്ച ഒരു മനുഷ്യൻ. ആമന ബി നബിയിഹി, അവരെ നബിയെ കൊണ്ട് അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ ആമന ബി, എന്നെ കൊണ്ടും അവർ വിശ്വസിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന ആൾ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിരുന്നു. ഈസാ നബിയുടെ കാലത്തുണ്ടായിരുന്നവർ ഈസാ നബിയെ കൊണ്ടും വിശ്വസിച്ചിരുന്നു. അതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയപ്പോൾ മുത്തുനബിയെ കൊണ്ടും വിശ്വസിച്ചു. എന്നാൽ അവർക്ക് 2 പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. നാം മുത്തുനബിയുടെ കാലക്കാരാണ്. മുത്തുനബിയുടെ കാലത്തിലുള്ള നമ്മൾ മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുന്നു. മറ്റ് പ്രവാചകന്മാരെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും ആ പ്രവാചകന്മാരെ കാലത്ത് ജീവിച്ചിരുന്നവരല്ല നമ്മൾ. മുത്തുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലക്കാരായ നമ്മൾ, ആ നബിയുടെ പ്രവാചകത്വത്തിൻ്റെ ആൾക്കാരായ നമ്മൾക്ക് 1 പ്രതിഫലം കിട്ടുമ്പോൾ ഇവർക്ക് 2 പ്രതിഫലത്തിന് അർഹതയാണ്. പിന്നെ റജുലുൻ മംലൂക്കുൻ അദാ ഹഖ്ഖല്ലാഹി വ ഹഖ്ഖ മവാലിഹി, ഒരു രാജാവ്, അതല്ലെങ്കിൽ ഒരുപാട് സ്വത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യൻ, അദ്ദേഹം വിഭാഗക്കാർക്ക് 2 വട്ടം അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ